മേധാവിത്വം പ്രഖ്യാപിച്ചത് അത് ഇപ്പോൾ സത്യമായിരിക്കുന്നു. 9 സർവേകളിൽ 7 സർവേകളും DMK അതിശക്തമായി അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായും തെറ്റിയിരിക്കുന്നു. എന്താണ് വിജയ് ഫാക്ടർ എന്നുള്ളത് തമിഴ് ജനത കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഒരു തരത്തിലുള്ള പാർട്ടി സംവിധാനവും ഇല്ലാതെ, ആരും കൂടെയില്ലാതെ, പ്രവർത്തന പരിചയമുള്ള നേതാവില്ലാതെ വിജയ് ഒറ്റയ്ക്ക് നയിച്ച പോരാട്ടം തമിഴ്നാട്ടിൽ മറ്റൊരു MGR-നെ സൃഷ്ടിക്കുകയാണ്. പക്ഷേ അതെ, മറ്റൊരു MGR തമിഴ്നാട്ടിൽ ഉദയം ചെയ്യുന്നു. വിജയ് എന്ന നേതാവിന്റെ ചുമലിലേറി TVK ഭരണത്തിലേക്ക് വരുന്നു. പക്ഷേ അവർക്ക് കേവല ഭൂരിപക്ഷമായിട്ടില്ല. ഒരുപക്ഷെ AIDMK-യുടെയോ BJP-യുടെയോ പിന്തുണ അവർക്ക് ആവശ്യം വന്നേക്കാം. പശ്ചിമ ബംഗാളിൽ BJP തൂത്തുവാരുന്നു. BJPക്ക് കേവല ഭൂരിപക്ഷം കഴിഞ്ഞു. 3 വർഷമായി 3 ടേമായി നടന്ന മമതാ ഭരണം പൂർണ്ണമായും ഇല്ലാതാകുന്ന പശ്ചാത്തലം പശ്ചിമ ബംഗാളിൽ സംഭവിക്കുകയാണ്. അസമിലും പുതുച്ചേരിയിലും NDA സഖ്യം തുടർഭരണം. അങ്ങനെ 4 സ്റ്റേറ്റുകളിൽ 4 സ്റ്റേറ്റുകളിൽ പ്രധാനപ്പെട്ട കാര്യം മോദിക്ക് ചിരിക്കാം. 7 മണിക്ക് ബംഗാളിലെ അടക്കം ഈ വലിയ വിജയങ്ങൾക്ക് ജനങ്ങൾക്ക് നന്ദി പറയാൻ അഭിലാഷ്. LDF-ന്റെ വോട്ട് വിഹിതം 28% കുറഞ്ഞിരിക്കുന്നു എന്നാണ് CNN ന്യൂസ് 8 ഇപ്പോൾ കാണിക്കുന്ന കാർഡ്. 28% വോട്ട് വിഹിതം കുറഞ്ഞിരിക്കുന്നു എന്നാണെങ്കിൽ അടിസ്ഥാന വോട്ടുകൾ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു സാഹചര്യമാണ്. പണ്ടൂരിൽ AP അനിൽകുമാർ 18,056 വോട്ടുകൾക്ക് മുന്നിൽ, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ 3,805 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഒപ്പം ചാണ്ടിയൂമിന്റെ ഭൂരിപക്ഷം 40,000 കടന്നു. 40,100ലേക്ക് ചാണ്ടിയൂമൻ എത്തുന്നു. അങ്ങനെ ചാണ്ടിയൂമൻ ഐതിഹാസിക വിജയം നേടുന്നു. എഴുത്തള്ളാൻ പറ്റുന്ന നേതാവായി ചാണ്ടിയൂമൻ മാറുന്നു. ഒരുപക്ഷെ UDF മന്ത്രിസഭയിലേക്ക് പോലും പരിഗണിക്കത്തക്ക വിധത്തിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് ചാണ്ടിയൂമൻ മാറുകയാണ്. 40,100 വോട്ടുകൾക്കാണ് പുതുപ്പള്ളിക്കാർ ചാണ്ടിയൂമനെ വരവേറ്റിരിക്കുന്നത്. 7 റൗണ്ട് പൂർത്തിയാകുമ്പോൾ BJP വീണ്ടും മുന്നിലേക്ക് എത്തുന്നു. ചാത്തന്നൂരിൽ BJP മുന്നിൽ, ചാത്തന്നൂരിൽ BJP മുന്നിൽ, ചാത്തന്നൂരിൽ BJP മുന്നിൽ, ചാത്തന്നൂരിൽ BJP മുന്നിൽ 663 വോട്ടുകൾക്ക് BJP മുന്നിൽ, ചാത്തന്നൂരിൽ 663 വോട്ടുകൾക്ക് BJP മുന്നിൽ, ചാത്തന്നൂരിൽ 663 വോട്ടുകൾക്ക് BJP മുന്നിൽ. ലീഡ് വർദ്ധിപ്പിക്കുന്നുണ്ട്. 1620. പിണറായി വിജയന്റെ ലീഡ് 3659ആയി. പിണറായി വിജയന്റെ ലീഡ് 3659ആയി. വർക്കലയിൽ ജോയിയുടെ ലീഡൊക്കെ വളരെ കുറവാണ്, 1649. അതാണ് അബ്ദുൾ റഷീദ് പറഞ്ഞത്. എന്നെ പോസ്റ്റർ ഒട്ടിക്കാൻ അനുവദിക്കാത്ത, എനിക്ക് പ്രചരണത്തിന് പോകാൻ അനുവദിക്കാത്ത ഇടങ്ങളിലാണ് ഇനി വോട്ട് എണ്ണാനുള്ളത്. അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് അബ്ദുൾ റഷീദ് നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ഇനി എന്തായാലും ലീഡ് ഉയരും, ജയവും ഉണ്ടാകും. തീർച്ചയായും വലിയ തോതിൽ വൈക്കത്ത് എന്തോ അത്ഭുതമുണ്ടല്ലോ. തൃശ്ശൂരിൽ UDF-ന്റെ രാജൻ പല്ലൻ വിജയം ഉറപ്പിച്ചു. 13 റൗണ്ട് അവിടെ എണ്ണിക്കഴിയുന്നു. അപ്പോൾ രാജൻ പല്ലൻ വിജയം ഉറപ്പിച്ചു. നേരത്തെ തന്നെ രാജൻ പല്ലൻ പ്രതികരിച്ചിരുന്നു. അതെ, വൈക്കത്ത് അത്ഭുതം സംഭവിക്കുന്നു. വൈക്കത്ത് UDF മുന്നിൽ വരുന്നു. എത്ര വോട്ടിനാണ് വൈക്കത്ത്? 385 വോട്ടിന് വൈക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇടതിന്റെ കോട്ടയാണ്. ഇതുവരെ തോൽക്കാത്ത മണ്ഡലം കൂടിയാണ് വൈക്കം. ഇവിടെയാണ് UDF മുന്നിൽ വരുന്നത്. വൈക്കത്ത് K ബിനിമോൻ അല്ലേ സ്ഥാനാർത്ഥി. K ബിനിമോന് 387 വോട്ടിന്റെ ലീഡ്. K ബിനിമോന് 387 വോട്ടിന്റെ ലീഡ് വൈക്കത്ത്. വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് സംഭവിക്കുന്നത്. വൈക്കത്ത് 387 വോട്ടിന് K ബിനിമോൻ ലീഡ് ചെയ്യുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി പ്രേക്ഷകർക്കായി നൽകാനുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റമാണ്. അജിത്ത് പഴയ MLA അവിടെ BJP സ്ഥാനാർത്ഥിയായിരുന്നു. ഏതാണ്ട് 17,115 വോട്ട് ഇതിനകം പിടിച്ചിട്ടുണ്ട്. അജിത്ത് 17,115 വോട്ട് പിടിച്ച് അവിടുത്തെ LDF-ന്റെ പരാജയത്തിന് മുഖ്യ കാരണക്കാരനായി അജിത്ത് മാറി എന്നുള്ള നിർണായകമായ ഒരു കാര്യമാണ്. വോട്ടായിട്ടാണ് ലീഡ് ഉയർത്തിയിരിക്കുന്നത്. പ്രശാന്ത് ചെറിയ ലീഡ് തുടരുന്നുണ്ട്. നാട്ടികയിൽ ഗീതാ ഗോപിയുടെ ലീഡ് 8,000. ടി സിദ്ദിഖ് കൽപ്പറ്റയിൽ 34,224 വോട്ടുകൾക്ക് മുന്നിലാണ്. ടി സിദ്ദിഖ് കൽപ്പറ്റയിൽ 34,334 വോട്ടുകൾക്ക് ടി സിദ്ദിഖ് മുന്നിലാണ്. വടകരയിൽ KK രമയുടെ ഭൂരിപക്ഷം 13,771ആയി. വട്ടിയൂർക്കാവിൽ പ്രശാന്ത് 34 വോട്ടുകൾക്ക് മാത്രം ലീഡ് ചെയ്യുന്നു. വട്ടിയൂർക്കാവിൽ അതിശക്തമായ ത്രികോണ മത്സരം. ശ്രദ്ധിക്കേണ്ട മണ്ഡലങ്ങൾ ഇതൊക്കെയാണ്. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ചാത്തന്നൂർ, പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വിവരം. അവിടെ ഈ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള ത്രികോണ മത്സരമുണ്ട്. അതിന്റെ ഫലമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഡ് നില ഓരോ റൗണ്ടുകളിലും ഓരോ മിനിറ്റിലും മാറി വരികയാണ്. ഇതുവരെ 2 വിജയമാണ് ഉറപ്പിച്ചിരിക്കുന്നത്. കല്യാശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥി M ബിജിന്റെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. തൃശ്ശൂരിൽ, അത് ത്രികോണ മത്സരം നടന്ന തൃശ്ശൂരാണ്, അവിടെ രാജൻ പല്ലൻ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. ഏതാണ്ട് 13 റൗണ്ട് എണ്ണി തീരുമ്പോൾ തന്നെ രാജൻ പല്ലൻ വിജയം ഉറപ്പിക്കുകയാണ്.
ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് ലീഡ് തുടരുകയാണ്. മന്ത്രി BN വാസവന്റെ തോൽവി ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഏറ്റുമാനൂരിൽ ഉള്ളത്. നാട്ടകം സുരേഷ് ആദ്യ റൗണ്ടുകൾ മുതൽ തന്നെ ലീഡ് ഉറപ്പാക്കിയിരുന്നു. ഇപ്പോൾ 13 റൗണ്ട് ഉള്ളതിൽ 9 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 17,000 രാജൻപലൻ ജയിച്ചു. രാജൻപലൻ തൃശ്ശൂർ ജയിച്ചു. വളരെ പ്രധാനപ്പെട്ട ആദ്യ റിസൾട്ട്. ഒരുപക്ഷെ ആദ്യ റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യ റിസൾട്ട് അല്ലേ? അതെ രാജൻപലൻ ജയിച്ചു പ്രഖ്യാപിച്ചു. അതെ അതാണ് ആദ്യ റിസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കല്യാശ്ശേരി LDF-ഉം ഇപ്പോഴത്തെ തൃശ്ശൂരിൽ രാജൻപലനും ജയിച്ചു. തൃശ്ശൂര് ഇടതിന്റെ മണ്ഡലമായിരുന്നു, തിരിച്ചു പിടിച്ചു. കല്യാശ്ശേരിയിൽ വിജിൻ കഷ്ടിച്ച് ജയിച്ച് കയറിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോ നമ്മുടെ ടാലി അനുസരിച്ച് 98, 100ലേക്ക് ഇനി 2 സീറ്റുകൾ മാത്രമാണ്. 98 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. 99 എന്ന് തന്നെ നമുക്ക് അതിനെ സാങ്കേതികമായി പറയാം. കാരണം അമ്പലപ്പുഴയിലെ മുന്നേറ്റം കൂടിയാണ്, G സുധാകരന്റെ മുന്നേറ്റം കൂടിയുണ്ട്. അപ്പോൾ 99 100-ൽ തൊടാൻ, സെഞ്ചുറി അടിക്കാൻ ഒരേ ഒരു സീറ്റിന്റെ മാത്രം കുറവാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്നത്, UDF നേരിടുന്നത്. അങ്ങനെ 99 മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഇതാ മുന്നിട്ട് നിൽക്കുന്നു NDA. വനവാസം എന്ന് VD സതീശൻ പറഞ്ഞു. കൃത്യമായ കണക്കാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചതെന്ന് വ്യക്തമാകുന്നു. പക്ഷേ അവസാന ഘട്ടങ്ങളിൽ അവർ ഒരു 85-ലേക്കൊക്കെ ചുരുക്കുമ്പോൾ ആത്മവിശ്വാസക്കുറവാണോ എന്ന് സംശയിച്ചുവെങ്കിലും അതല്ല സാഹചര്യം എന്നത് വ്യക്തമാവുകയാണ്. 100 കടക്കാനുള്ള സാധ്യത തന്നെ നിലനിൽക്കുന്നു. പിണറായി വിജയൻ 3659 വോട്ടുകൾക്ക് ആണ് ഇപ്പോൾ ധർമ്മടത്ത് മുന്നിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ആ മുന്നേറ്റം തുടരുക തന്നെ ചെയ്യും. ഉടുമ്പൻചോലയിൽ സേനാപതി വേണു വിജയം ഉറപ്പിച്ചു. ചാനൽ ചർച്ചയിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന സേനാപതി വേണു. ചാനൽ ചർച്ചയിലെ 2 പേരാണ് കേട്ടോ ജയിച്ചു വന്നത്. റോണി കെ ബേബി വളരെ കാര്യമായി നമ്മുടെ ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. റോണി കെ ബേബിയും നമ്മുടെ സേനാപതി വേണു നമ്മളെ പല വിഷമഘട്ടത്തിൽ സഹായിച്ചിട്ടുള്ള 2 കോൺഗ്രസ്സുകാരാണ്. അവർ 2 പേരും ജയിച്ചു പോവുകയാണ്. മണ്ഡലം അങ്ങനെ സേനാപതി വേണു പിടിച്ചിരിക്കുകയാണ്. ഉടുമ്പൻചോലയിലൊക്കെ തോൽവി ഉണ്ടാകുന്നത് എന്തായാലും രേണുക ഉടുമ്പൻചോലയിൽ സേനാപതി വേണു വിജയിക്കുമ്പോൾ നമുക്ക് MM മണിയൊന്ന് ഓർത്തെടുത്ത് പോകാതിരിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം MM മണി പറഞ്ഞൊരു വാചകമുണ്ടായിരുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് ക്ഷേമ പെൻഷനൊക്കെ വാരിക്കോരി തന്നു, അത് നിങ്ങൾ നന്നായി ഉപയോഗിച്ചു, അങ്ങനെ വയറ് നിറച്ച് കഴിച്ചു, അതിനുശേഷം നല്ല ചെയ്ത്ത് ചെയ്തു എന്ന്. എന്തായാലും അതേ MM മണിക്ക് വീണ്ടും ജനങ്ങൾ മറുപടി നൽകുന്നുണ്ട്. നല്ല ചെയ്ത്ത് തന്നെ ചെയ്തിട്ടുണ്ട് MM മണി. അതുകൊണ്ട് സേനാപതി വേണുവിന്റെ ഈ വിജയം നിസാര വോട്ടുകൾക്ക് മാത്രമല്ല മികച്ച വിജയമാണ്, ഉജ്ജ്വലമായ വിജയമാണ് സേനാപതി വേണു ഇപ്പോൾ ഇതാ നേടുന്നത്. ഉടുമ്പൻചോലയിൽ നിന്ന് സേനാപതി വേണു വിജയിച്ചു കയറുമ്പോൾ രാഷ്ട്രീയ കേരളം കൃത്യമായ മറുപടി നൽകുന്നു, ജനങ്ങൾ കൃത്യമായ മറുപടി നൽകുന്നു. 3 സീറ്റുകളിൽ NDA മുന്നിലാണ് കേട്ടോ. ഏറ്റവും പുതിയത് ചാത്തന്നൂർ 263 വോട്ടുകൾക്കാണ് ഇപ്പോൾ ഗോപകുമാർ. അപ്പോൾ നേമത്ത് കഴക്കൂട്ടത്ത് ചാത്തന്നൂർ, നേമം കഴക്കൂട്ടം ചാത്തന്നൂർ. പാലക്കാട് വന്നില്ല, പാലക്കാടിലേക്ക് മാറിയിരിക്കും. തിരുവനന്തപുരത്ത് കരമന ജയൻ 55 വോട്ടുകൾക്ക് മുന്നിൽ. തിരുവനന്തപുരം സെൻട്രലിൽ 4 സെൻട്രലിൽ കരമന ജയൻ 55 മുന്നിൽ. CP ജോൺ പുറകോട്ട് പോകുന്നു. വലിയ മത്സരം നേരിടുകയാണ് CP ജോണും K മുരളീധരനും. ഈ UDF ജയിക്കുകയാണെങ്കിൽ മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ടുന്ന 2 പേരാണ് അവർ. രണ്ടും ശക്തമായ തിരുവനന്തപുരത്ത് കരമന സുധീർ ചിത്രത്തിലുണ്ടോ എന്നതാണ് ഇനി നമ്മൾ അറിയേണ്ടത്. 3ാം സ്ഥാനം, അതാണ് അത്രമേൽ പിന്നിലേക്ക് പോകുന്നു എന്നതാണ്. ഇപ്പോഴിതാ 1ാം സ്ഥാനത്തേക്ക് കരമന ജയൻ. ഒരു ഘട്ടത്തിലെങ്കിലും തിരുവനന്തപുരം പോലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം പിടിച്ച BJP തിരുവനന്തപുരം ജില്ലയിൽ 3 ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു വോട്ട് എണ്ണലിന്റെ ഒരു ഘട്ടത്തിലെങ്കിലും എന്നതാണ്. KK രമ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. TP-യുടെ ഓർമ്മ ദിനമാണ്, അന്നാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അത് KK രമ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ആ ദിനത്തിൽ മറുപടി പിണറായി വിജയൻ 6 റൗണ്ട് പിന്നിൽ പോയ ദിവസം KK രമ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. 14-ൽ 11 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ KK രമയെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനെതിരെ ചില കോൺഗ്രസുകാരെങ്കിലും ഇനിയും KK രമയ്ക്ക് അവസരം നൽകേണ്ടതുണ്ടോ എന്നതായിരുന്നു ചോദ്യം. ഉമാ തോമസിനും അടക്കം ഇടം നൽകേണ്ടതുണ്ടോ എന്നത് തൃക്കാക്കരയിൽ നിന്ന് അടക്കം ഉയർന്നു വന്ന ചോദ്യമുണ്ടായിരുന്നു. അവിടെയാണ് KK രമയും ഉമാ തോമസും പോലെയുള്ള വനിതാ മുഖങ്ങൾ അടക്കം ഇപ്പോൾ മുന്നിട്ട് കയറുന്നത്. അവിടെ ഇതാ കോൺഗ്രസ് മത്സരാർത്ഥികളാക്കിയ UDF മത്സരാർത്ഥികളാക്കിയ വനിതാ മുഖങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ വിജയിച്ചു കയറുന്നു. തുളസി മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെയുള്ള കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.